ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഭയങ്കര മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. എഴുന്നേറ്റപ്പോൾ തന്നെ മഴയുടെ ഒച്ചപ്പാടും ബഹളവും കേട്ടിട്ടാണ് എഴുന്നേറ്റത്. മുറ്റത്തൊക്കെ ഫുൾ കാറ്റൊക്കെ ആയിട്ട് കരിയിലയും വെള്ളവും ചപ്പും ചവറും എല്ലാമാണ്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലേക്ക് കിടക്കുകയാണ്. ഞാൻ ആദ്യം മനസ്സിൽ ചപ്പാത്തി ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പം ഞാൻ ഈ സംഭവം ആശീർവാദിൻ്റെ ഗോതമ്പൊടി വെച്ചിട്ടാണ് എനിക്കിത് ഉണ്ടാക്കാറുള്ളത്. എന്താണെന്നറിയില്ല, അത് വെച്ചുണ്ടാക്കിയാലേ എനിക്കൊരു തൃപ്തിയുള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പൊടി മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ചപ്പാത്തി പരത്തണ സമയത്ത് നമ്മൾ കുറച്ചീശെ പൊടിയിട്ട് കൊടുക്കൂലേ, അതിനുള്ള ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി ഇല്ല. എൻ്റെ മനസ്സിലുണ്ട്, ഞാനിപ്പോൾ എനിക്ക് ലൈക്ക് ഇതുള്ളതാണ്. ഞാൻ മറ്റേ റേഷൻ കടയിലത്തെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സോഫ്റ്റായിട്ട് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെയും ഞാനതങ്ങ് യൂസാക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൂരി ഉണ്ടാക്കാം. പൂരി ആകുമ്പോൾ നമുക്ക് പരത്തുമ്പം പൊടി വേണ്ടല്ലോ. ഇപ്പം ഇത്രയും ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി കുഴച്ചിട്ട് ഇതിന് മുന്നേ ഒരിക്കൽ ഇതുപോലെ തന്നെ പരത്താൻ വേണ്ടിയിട്ട് ഞാൻ മറ്റ് ഗോതമ്പ് പൊടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ പൂരിയല്ല ചപ്പാത്തി ഭയങ്കര ഹാർഡായി. അപ്പോൾ അതൊക്കെ ഞാൻ കുഴച്ച് വെച്ചു പൂരിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ലൈക്ക് ചിക്കൻ കറീൻ്റെ പോലെ ഏകദേശം ടേസ്റ്റ് വരുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറി ആണ്. അത് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കിക്കോ. ഭയങ്കര സൂപ്പർ സംഭവമാണ്. അപ്പോൾ എല്ലാം അരിഞ്ഞ് നമ്മൾ ഈസി ചിക്കൻ കറി നമ്മൾ കുക്കറിൽ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെയായിരുന്നു സെറ്റപ്പ്. അപ്പോൾ എല്ലാ സംഭവങ്ങളൊക്കെ അരിഞ്ഞ് ഞാൻ കുക്കർ അടുപ്പത്തേക്ക് കയറ്റി. പിന്നെ നമ്മുടെ പൂരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെ കുറച്ച് വെള്ളം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് പൂരി ഇതിപ്പോൾ എല്ലാവർക്കും എൻ്റെ മിക്ക വീഡിയോസിലും ഞാൻ ഇത് സംഭവം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പൂരി ഉണ്ടാക്കിയപ്പോഴും എനിക്ക് ഡൗട്ടായിരുന്നു. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, പൂരി ഇനിയിപ്പം ചപ്പാത്തി പോലെ ചുട്ടെടുക്കണോ, കാരണം ഓയിലിപ്പോൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മഞ്ഞ കളർ കണ്ട അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതിലെനിക്ക് ആവോ എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷേ ഞാൻ ഇത് മൊത്തം ഒഴിച്ചു വന്നിട്ട് പിന്നെയും ബാക്കിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ട്രിപ്പും കൂടെ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പൂരി ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഏട്ടൻ എഴുന്നേറ്റ് വന്നു. കാരണം ഇന്നലെ ഒരു 10 മണി ഒക്കെ ആയപ്പോഴത്തെ 10 മണിയല്ല, അതിന് മുന്നേ തന്നെ ഞങ്ങളൊക്കെ ഉറങ്ങി. ഏട്ടനെ ഫസ്റ്റ് ഉറങ്ങി. അപ്പോൾ അതുകൊണ്ട് ഏട്ടനും 7:30 ആയപ്പോഴത്തേക്കും എഴുന്നേറ്റ് വന്നു. അവിടെ കാപ്പി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ ഡൗട്ട് അടിച്ച് ഇങ്ങനെ ഏട്ടനോട് കുറേ തവണ ഞാനിങ്ങനെ ചോദിക്കണമായിരുന്നു, പൂരി ഉണ്ടാക്കണോ ചപ്പാത്തി ഉണ്ടാക്കണോ പൂരി. ഇന്നലെ അവനോട് ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ തിരക്കാണെന്ന് പറഞ്ഞിട്ടൊന്നും മേടിച്ചില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ന്യൂസിൽ പിന്നെയും കണ്ടു, എന്താണ് ഈ ഒരു എവിടെയോ നോർത്ത് ഇന്ത്യൻ സ്ഥലത്ത് ഒരു ആരോഗ്യ പ്രവർത്തകനെ പിന്നെയും പീഡിപ്പിച്ചു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ സംഭവത്തിന് ഒരു അന്ത്യമില്ലേന്ന്. ഡെയിലി നമ്മൾ ഇത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം എന്താ പറയുക, ഈ സൗദി UAE രാജ്യങ്ങൾ അവിടെയൊക്കെ ഇല്ലേ, അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ കുറവാണ്. കാരണം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്ന ശിക്ഷ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആ ഒരു സിസ്റ്റം നമ്മളുടെ ഇന്ത്യയിലും വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ സാധനം കുറയ്ക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാർ എന്താ പറയുക, ചുമ്മാ ജയിലിൽ കൊണ്ടുപോയിട്ട് തീറ്റിപ്പോയിട്ടല്ലേ. ഇപ്പം മെലിഞ്ഞു ഉണങ്ങിയ ആൾ ജയിലിൽ പോവും, ഇങ്ങനെയുള്ള ആൾക്കാർ അവിടുത്തെ ഭക്ഷണം കഴിച്ച് തടിച്ച് വീർപ്പകുറ്റികളായിട്ട് തിരിച്ചു വരും. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അങ്ങനെ ചെയ്യണമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. നമ്മുടെ സൗദി രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലത്തെ നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ സാധനം കുറയ്ക്കാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ട് അതിനുള്ള ഇനീഷ്യേറ്റീവ് ഒക്കെ എടുക്കില്ല അതെനിക്കറിയില്ല. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇതേ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പം എൻ്റെ ഏട്ടൻ എൻ്റെ അടുത്ത് ഏട്ടൻ നീ ഒന്ന് നിർത്തുന്ന ഇങ്ങനെ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം ചോദിച്ചു. ശരിയാ, ഞാൻ ഇവിടെ ഇരുന്ന് പറയണം, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങളോട് പറയണം. പക്ഷേ നമുക്കിടെ സൈഡിൽ നിന്ന് വേറൊന്നും നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണില്ല. ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് അറിയില്ല. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്ത് അങ്ങനെയെങ്കിലുമൊക്കെ ചെയ്താലായിരിക്കും ഇതൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. അറിയില്ല, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം നേരിയാവുമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു, ദൈവമേ നമുക്ക് വല്ല പെങ്കൊച്ചൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനിവിടെ വളർത്തുക. അപ്പം ഇങ്ങനെ ഏട്ടനിടയ്ക്ക് പറയും, ഞാൻ പണ്ട് പറയും അവരെയൊക്കെ എന്താ പറയുക, ഒരു ഇച്ചിരി പ്രായമാകുമ്പോഴത്തേക്കും ഡാൻസും പാട്ടൊക്കെ പഠിപ്പിക്കാൻ വരണമെന്ന്. അപ്പോൾ ഏട്ടൻ പറയും, ഡാൻസും പാട്ടൊക്കെ പഠിപ്പിക്കണേക്കാട്ടിലും കൂടുതലായിട്ട് അവരെ എന്തെങ്കിലും മാർഷൽ ആർട്സോ കുംഫു കരാട്ട റെസ്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണമെന്ന്. ശരിയാണ്, ഇന്നത്തെ കാലത്ത് ഡാൻസും പാട്ടും ഇല്ലെങ്കിലും അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഇല്ലെങ്കിൽ അവർക്കത് ഇതാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു ഏട്ടനോട്,
എന്താണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് ഞാൻ പറയും വേറൊന്നും നോക്കണ്ട, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കിണറെടുത്ത് കുത്തി കൊല്ല്, തലക്കടിച്ച് കൊല്ല്, എന്ത് വേണമെങ്കിലും ചെയ്തോ. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ കൊച്ച് എന്താ പറയുക ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ എനിക്കതിൽ അഭിമാനമേ ഉള്ളൂന്ന്. ഉറങ്ങണ വരെ ഞാൻ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. കാരണം ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നാണ് ടി വിയിൽ ആ ന്യൂസ് കണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ കറികളായിട്ടുണ്ടായിരുന്നു. പൂരിയും ഒരു സെറ്റ് കുറച്ച് ഇതേ അവിടെ ഓൾറെഡി ഇതേ ഞാൻ കാസറോളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബാക്കിയും കൂടെ ചുടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെക്കണമായിരുന്നു. അപ്പം നമ്മളൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ തൂവിയിട്ടാണല്ലോ ഈ സാധനം വെക്കണേ. അപ്പം ഇച്ചിരി വലിപ്പമുള്ള പാത്രം ആകുമ്പോഴാണ് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ 2 ട്രിപ്പായിട്ടാണ് ഞാൻ എന്താണ് പൊരിച്ചെടുക്കണേ. ഇതിപ്പോൾ അങ്ങനെ വലിയ ഹെൽത്തി ഒന്നുമല്ല, എന്നാലും ഈ സാധനം കഴിച്ച് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പുറത്ത് ഇതിൽ ഞാൻ ചായയും കൂടെ വെക്കാൻ പോയി. കുറച്ച് ചായ ഉണ്ടായിരുന്നുള്ളൂ, അഡ്ജസ്റ്റ് ചെയ്ത് 3 പേർക്ക് ഒപ്പിച്ച് ഞാൻ വാട്ടച്ചായ ആണെന്ന് വേണമെങ്കിൽ പറയാം, ഒപ്പിക്കലായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരത്തേക്ക് പാലുണ്ടായിരുന്നില്ല. നമ്മളിവിടെ ഡെയിലി പറയുന്നില്ല, കാരണം പപ്പ ഇടയ്ക്കിടയ്ക്ക് പാൽ ചായ കുടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഡെയിലി പറഞ്ഞു കഴിഞ്ഞാൽ പാല് കൂടുതൽ വരണം. അപ്പോൾ നമ്മൾ ഇടവിട്ടാണ് പറയണേ. അപ്പോൾ അങ്ങനെ പൂരീൻ്റെ പരിപാടിയും ഉരുളക്കിഴങ്ങിൻ്റെ പരിപാടിയും ചായയും എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾക്ക് വാഷ് ബേസിനിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇത് കുഴച്ചതിൻ്റെയും ചുട്ടതിൻ്റെയും പിന്നെ 3-4 പാത്രങ്ങളായിട്ടാണല്ലോ നമ്മൾ ഇത് പരത്തിയിട്ട് വെക്കണേ. അപ്പം അതിലൊക്കെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ. അങ്ങനെ ആ പാത്രങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾക്ക് കുറച്ച് കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി ഞാനിന്ന് പുറത്തൊക്കെ പോയിട്ട്, പുറത്തെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ പോയിട്ട് റീൽസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച എഴുന്നേറ്റത്. പക്ഷേ എഴുന്നേറ്റപ്പോൾ തന്നെ മഴ, എല്ലായിടത്തും വെള്ളം, ഒരു സ്ഥലത്ത് പോയി കളിക്കാൻ പറ്റണില്ല. എൻ്റെ മെയിൻ സ്പോട്ട് മേലെയായിരുന്നു, ടെറസിൻ്റെ അവിടെ. പക്ഷേ ഈ വെള്ളത്തിൻ്റെ അവിടെ പോയി ഞാൻ ടെറസിൽ പോയി കളിച്ച് കഴിഞ്ഞാൽ കൈയും കാലും ഒടിഞ്ഞ് ഞാൻ കിടക്കും. അപ്പം അങ്ങനെ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ എന്ന് പുറത്ത് പോയി ഡാൻസ് കളിക്കണമെന്ന് വിചാരിക്കണോ അന്ന് മഴയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളുടെ എന്താണ് സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം. ഏട്ടന് ഇന്ന് 11 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ ഏട്ടൻ 10 മണിയാകുമ്പോഴത്തേക്കും പോകണം. പിന്നെന്താ, പിന്നെ ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾക്ക് ഭക്ഷണം കഴിക്കണം. നമ്മൾക്ക് ഉച്ചക്കലത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനില്ല. ഇന്നലത്തെ കറിയൊക്കെ ഇരിക്കേണ്ടായിരുന്നു. കുടപ്പൻ ഉലത്തിയിരിക്കുന്നുണ്ട്. പിന്നെ കായയും ബീഫും വെച്ചതിരിക്കാനുണ്ടായിരുന്നു. ഞാനൊരു സാലഡ് പോലെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റീൽസൊക്കെ എടുക്കാൻ പോയിട്ട് ചത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എടുക്കാൻ നിന്നില്ല. പിന്നെ അതുകൊണ്ട് ചോറും ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമ്മൾക്ക് ഉച്ചക്കലത്തേക്കുള്ള കറീൻ്റെ പരിപാടികൾ നമ്മൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ ഇത് ഏട്ടൻ വന്ന് തിന്നാൻ വേണ്ടിയിട്ടിരിക്കണേ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞപ്പോൾ അത് തിരിയണതാണ്. പിന്നെ ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പം ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴത്തേക്ക് ഇത് ഏകദേശം 8:30 ആയെന്ന് തോന്നണം. നല്ല പൊട്ടറ്റോ കറിയാണ് കേട്ടോ. ആരെങ്കിലും ട്രൈ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടായിരിക്കും. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കിക്കോളാം. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കുറച്ച് പാത്രങ്ങളും സംഭവങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ കഴുകണ പാത്രമില്ലേ, സത്യം പറഞ്ഞാൽ 1 മാസമായി, കറക്റ്റ് 1 മാസം മുന്നേ നമ്മളൊരു സൂപ്പ് ഉണ്ടാക്കിയതാണ്. സൂപ്പിൻ്റെ കുറച്ച് ഭാഗം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതങ്ങനെ ഫ്രിഡ്ജിൽ ഇരുന്ന് പൂത്ത് പണ്ടാറടങ്ങിയിട്ടാണ് ഇന്ന് പപ്പ കൊണ്ടുപോയി കഴുകി അത് കളഞ്ഞു. പപ്പ ഇടയ്ക്കിടയ്ക്ക് പറയും ആ സൂപ്പ് എടുത്ത് കാട്ടിക്കളയാലേ. അപ്പം ഞാനിരുന്ന് മൂളും. പിന്നെ അത് മറന്നു പോകും. ഒരാഴ്ച കഴിയുമ്പോൾ പപ്പ പിന്നെയും പറയും ആ സൂപ്പ് എടുത്ത് കാട്ടിക്കളയാലേ. അപ്പം ഞാൻ പിന്നെ ഇരുന്ന് മൂളും. അങ്ങനെ മൂളി എന്നെക്കൊണ്ട് ഞാനെടുത്ത് മാറ്റില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പപ്പ തന്നെ കൊണ്ടുപോയി അത് കോഴിക്കിട്ട് കൊടുത്തു. അപ്പം ആ പാത്രമാണിത്. 1 മാസമല്ല, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 1 മാസത്തിന് മേലെയായി. ജൂലൈയിൽ എന്തോ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. 1 മാസത്തിന് മേലെയായി സംഭവം. അപ്പോൾ അങ്ങനെ കുറച്ച് പാത്രങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴുകി വെച്ചു. പിന്നെ നമ്മളുടെ സ്ലാബും സംഭവങ്ങളും കൂടെ കുറച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഇങ്ങനെ ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബേസിലെല്ലാം കുറച്ച് എണ്ണമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്ക്രബ്ബർ വെച്ചിരിക്കണത് അതും അങ്ങനെ അങ്ങ് തൂത്തു. അങ്ങനെ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതെൻ്റെ റീൽസിന് വേണ്ടിയിട്ടുള്ള ഒരുങ്ങിക്കെട്ടലാണ്. റീൽസൊക്കെ കഴിഞ്ഞിട്ട് വേർത്ത് കുളിച്ചതിന് ശേഷമുള്ളതാണ്. അതും എൻ്റെ ഒന്ന് പോയി കണ്ടു നോക്കണം. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉച്ചയെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ നമുക്ക് മറ്റേ കുടപ്പൻ ഉലത്തിയതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കായയും ബീഫും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അച്ചാർ തീരാനായി. അച്ചാറിൻ്റെ കുപ്പി ഞാൻ തോണ്ടി എടുത്ത് ഒരു 2-3 ഡോട്ട് എനിക്ക് കിട്ടി. അതും എനിക്ക് അച്ചാറില്ലെങ്കിൽ ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. എത്രയൊക്കെ കറി ഉണ്ടെങ്കിലും സൈഡിൽ അച്ചാർ വല്ലതും വെച്ചിട്ടൊന്ന് തോണ്ടിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അത് എന്താണെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനൊരു പുസ്തകം ഇരുന്ന് വായിച്ചു. ഉറങ്ങിയില്ല ഞാൻ, എനിക്ക് ഉറക്കം വരണുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ
ഇപ്പോൾ ഈ പുസ്തകമുണ്ട് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ഇത് ഞാൻ 3-4 തവണ വായിച്ചതാണ്. നല്ല ബുക്കാണ്, ഭയങ്കര സൂപ്പർ ബുക്കാണ്. വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് വായിക്കും. ഈ പുസ്തകവും സീക്രട്ട് എന്നുള്ള ബുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വായിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര എന്താ പറയുക, നമ്മുടെ ലൈഫിന് നമ്മൾ പോസിറ്റീവായിട്ട് ഉള്ളൊരു രീതിയിൽ ചിന്തിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് പറയുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അങ്ങനെയൊക്കെ ഭയങ്കര സൂപ്പർ പുസ്തകമാണ്, വായിച്ചു നോക്കുക. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ റൂം അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരമാണ്. ഇന്നലെ നമുക്ക് 2-3 ഗസ്റ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അധികം പൊടി ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ചവിട്ടി വൈകുന്നേരം ആയപ്പോഴത്തേക്കുമാണ് പൊടി വന്നു തുടങ്ങിയത്. അപ്പം ഞാൻ പിന്നെ കുറച്ച് നേരം പുസ്തകമൊക്കെ വായിച്ചിട്ട് ചായയൊക്കെ തിളപ്പിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മുറിയൊക്കെ ഒന്ന് തൂത്തിട്ടു. തുടച്ചൊന്നുമില്ല, ജസ്റ്റ് തൂത്തിട്ടു. ഇനിയിപ്പോൾ എന്തായാലും തുടയ്ക്കണം. 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാർ വരും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഡീപ്പ് ക്ലീനിങ് സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ തുടച്ച് തൂത്തൊക്കെ ഇട്ടു. പിന്നെ 2 മണിക്കാണ് ചോറ് തിന്നതെങ്കിലും ഒരു 3:30 ആകുമ്പോൾ എനിക്ക് ചായ തിളപ്പിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. 3 മണിക്ക് ചോറ് തിന്നാലും 3:30 ആകുമ്പോൾ എനിക്ക് ചായ തിളപ്പിക്കണം. അതൊരു വൃത്തിയുടെ സ്വഭാവമാണ്. അപ്പോൾ ഇന്ന് പാല് രാവിലെ തന്നെ തീർത്തുകൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് പാലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കട്ടൻ ചായ വലിയ പിടുത്തമില്ല. കട്ടൻ കാപ്പി എനിക്കിഷ്ടമാണ്. പാൽ ചായ കുടിക്കും, പക്ഷെ കട്ടൻ ചായ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി. ഇപ്പം ഞാൻ പയ്യെ കാപ്പി നല്ല രീതിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. പൊടി ഇച്ചിരി ഇട്ടിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 3:30 ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ കാപ്പിയൊക്കെ ഇട്ടു. പിന്നെ നമ്മൾക്ക് ഒരുപാട് ബേക്കറി ഐറ്റംസ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട്. ഇന്നലെ അവരൊക്കെ വന്നപ്പോഴും പിന്നെ ഏട്ടനെ കൊണ്ട് ഞാൻ പറഞ്ഞും കുറച്ച് സാധനങ്ങളൊക്കെ മേടിപ്പിച്ചിട്ട് നമുക്ക് കേക്കും ചിപ്സ് മിച്ചർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ 4 മണിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ തിന്ന് തീർക്കുമ്പോഴത്തേക്കും നമ്മളൊരു വഴിയാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കാപ്പീൻ്റെ ഒരു പ്രോസസ്സിങ്ങിലാണ്. പിന്നെ ഇപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ രാവിലെ ഫുൾ മഴയായിരുന്നല്ലോ, ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞപ്പം നല്ലപോലെ വെയിൽ ഉദിച്ച് നിൽക്കേണ്ടത്. ഇതിപ്പോൾ മിനിറ്റാണ് മാറണം. ഞാൻ ഒരു മണി ഈ വീഡിയോ എടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണേ. അപ്പോഴത്തേക്കും ഇതേ പിന്നെയും ഇരുണ്ട് കൂടി മഴ പെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ നമ്മൾക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഇവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മളുടെ കാപ്പീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കാപ്പി ഇവിടെ അരിക്കാറില്ല കേട്ടോ. ചില സമയത്ത് ഞാൻ അരിക്കും. നമ്മൾക്കിതിപ്പം ചില സമയത്ത് നമ്മൾ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ തരി എന്നുള്ളത് ഭയങ്കര പോലെ കാപ്പിപ്പൊടി പോലെ ചായപ്പൊടി പോലെ നിൽക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മേടിക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾക്ക് ഇൻസ്റ്റൻറ്റ് ബ്രൂവിൻ്റെ കോഫിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തരിതിരിപ്പ് വന്നില്ല. ചില സമയത്ത് അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു തരിതരി വരാറുണ്ട്. അത് നമ്മൾ അരിച്ചില്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് വായിൽ ഇങ്ങനെ തടയണ പോലെ ഫീലാക്കും. അപ്പം അങ്ങനെ നല്ല അടിപൊളി കാപ്പിയും സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി. ഇനിയിപ്പം ചിപ്സ് വെറൈറ്റി ബേക്കറി പോലെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ എടുത്ത് തിന്നണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.